തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊള്ളുമ്പോൾ വഴിനീളെ തർക്കുത്തരവുമായി ടി.എസ്. ഹരികൃഷ്ണയും പ്രേം ശശിയും യാത്ര തുടരുന്നുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിലേക്കാണ് ഇന്നത്തെ യാത്ര. കോഴിക്കോട് കോർപ്പറേഷനിൽ LDF-ന്റെ അവസ്ഥ എന്താ? LDF-ന്റെ ഒരു അവസ്ഥയല്ല. LDF പമ്പിച്ച ഭൂരിപക്ഷത്തിൽ വരും. നിങ്ങൾ ഇത്തവണ ഭരണമൊന്നും പിടിക്കില്ല. 50 സീറ്റ് നിലവിലുണ്ട്. അത് കൊല്ലം 60 സീറ്റിന് പുറത്തായി മാറി നമ്മൾ ഭരണം പിടിക്കും. നിങ്ങൾക്ക് നേരത്തെ 51 ഉണ്ടായിരുന്നല്ലോ. BJP UDF കൂടി മുന്നണി ഉണ്ടാക്കിയിട്ട് പിന്നെ CPM മത്സരിച്ചല്ലേ? നിങ്ങൾ തോറ്റാലോ BJP വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചോ? ഈ രാജ്യം ഭരിക്കുന്നത് BJP അല്ലേ? അക്ഷരാഭ്യാസം ഇല്ലാത്ത വലിയൊരു സമൂഹത്തിൽ ഇന്ത്യയിലുള്ളതുകൊണ്ട് BJPക്ക് കോഴിക്കോട് വോട്ട് കൂടിക്കൊണ്ടിരിക്കുക. ഒരു കാരണവശാലും കോൺഗ്രസ് BJP ആയി പരിണമിക്കുന്നതിന് മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല സുഹൃത്തെ. ചേട്ടാ, ഇപ്പൊ പ്രതിപക്ഷത്തുള്ള UDF മിക്കവാറും അധികാരത്തിൽ വരും. കോഴിക്കോട് കോർപ്പറേഷൻ വോട്ട് വരെ നോക്കാൻ കഴിയാത്ത ആൾക്കാരാ. അല്ല, ഈ ശബരിമല വിഷയത്തിൽ നിങ്ങൾക്ക് ഭയങ്കര ശബരിമലയിൽ ഒരു വിഷയമില്ല. ഏത് കൊമ്പനാണെങ്കിലും അത് നമ്മളെ പാർട്ടിയിലാണെങ്കിലും പുറത്താണെങ്കിലും മുഖം നോക്കാണ്ട് നടപടിയെടുക്കും. അല്ല, നിങ്ങളെ പോലീസുകാർ പിടിച്ചോണ്ട് നിങ്ങൾ ആ പത്മകുമാർ മാത്രമല്ല നമ്മളെ പാർട്ടിയിലുണ്ടായ ജൂദാസ് പിടിച്ച് കൊന്നു പുറത്തേക്കിടും. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ് നിങ്ങൾ ക്ഷേമ പെൻഷൻ ഇന്ന് ഘട്ടം ഘട്ടമായി 2000 ഇനി 4 മാസം ബാലൻസ് ഉണ്ട്. 2500 ആക്കി ഞങ്ങൾ ഇറങ്ങുള്ളൂ. കോഴിക്കോട് കോർപ്പറേഷൻ പിടിക്കുന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും പിടിച്ചിരിക്കും. കോഴിക്കോടിന്റെ കിങ്കോലും കിരീടവും LDF-ന്റെ കയ്യിലുണ്ടാവും. ഇവിടെ LDF-ന്റെ കയ്യിലുണ്ടാവും. മോനെ, കോഴിക്കോടത്തെ കുറച്ച് UDF കാണാൻ പറ്റുമോ? ചേട്ടൻ എന്താ ഇപ്പൊ അറിയണ്ടേ? അല്ല, കോഴിക്കോട് കോർപ്പറേഷനിൽ UDF ജയിക്കുമെന്ന് അറിയാൻ വന്നതാ. ഇപ്രാവശ്യം കോഴിക്കോട് കോർപ്പറേഷൻ UDF അധികാരത്തിലെത്തി. UDF ആ 20 സീറ്റ് തികച്ചില്ല. നിങ്ങൾ ജയിക്കാനൊന്നും പോകുന്നില്ല. ഇക്കൊല്ലം മാറും ഉറപ്പല്ലേ? ഈ വട്ടം എന്തായാലും ജയിക്കും. അത്രയും ചെയ്തു വെച്ചിട്ടുണ്ട് ഈ പിണറായി വിജയൻ. നിങ്ങൾ എന്താ പറഞ്ഞ സർപ്രൈസ് സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് എന്താ അവസ്ഥ? ഇപ്പൊ സർപ്രൈസ് ആയിട്ട് ഇനിയും അടിപൊളി കാൻഡിഡേറ്റ്സ് മേയർ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിൽ വരും. സർപ്രൈസ് സ്ഥാനാർത്ഥി എന്ന് കൊണ്ടുവന്നിട്ട് സ്ഥാനാർത്ഥിയെ മാറ്റേണ്ടി വന്നില്ലേ? ഇതൊക്കെ ജനാധിപത്യത്തിലുള്ളതാ. LDF-ന്റെ 2 സ്ഥാനാർത്ഥികൾ ഇതേപോലെ മാറിയിട്ടുണ്ട്. ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ടർ പട്ടിക പേരുണ്ടോ എന്ന് പോലും നിങ്ങളെ കൊണ്ട് നോക്കാൻ പറ്റില്ലേ? LDF-ന് ഇപ്പൊ തന്നെ 50 സീറ്റ് ഉണ്ട്. അവർ ഇനിയും ഭരിക്കുന്നേ കോഴിക്കോട്. അയ്യന്റെ സ്വർണം കട്ടവർക്ക് വോട്ട് കൊടുക്കാൻ ആരാ നിക്കുന്നേ? അയ്യന്റെ സ്വർണം കട്ടിട്ടുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യല്ലേ? ചട്ടാനെ പിടിച്ചാൽ മാത്രം മതിയോ? ശിക്ഷിച്ചോ? ക്ഷേമ പെൻഷനൊക്കെ കൊടുത്ത നല്ല കാര്യമല്ലേ? ഇലക്ഷൻ മാത്രം കൊടുക്കാനുള്ള സാധനമാണ് ക്ഷേമ പെൻഷൻ. പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളതാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത്. ഇലക്ഷൻ ആവുമ്പോ മാത്രം കൂട്ടുന്ന എന്താ? ഇത് ഇത്രയും നാളുണ്ടായിരുന്നില്ലേ? ആരോഗ്യ കേരളമൊക്കെ നമ്പർ 1 എന്നായിരുന്നു. ശസ്ത്രക്രിയ നടത്തിയിട്ട് കത്രിക വയറ്റി കയറ്റി വെച്ചു. അതാണ് ഇവിടുത്തെ ആരോഗ്യ സംവിധാനം. കോഴിക്കോട് കോർപ്പറേഷനിലെ BJPക്ക് ഇപ്പൊ തന്നെ 7 സീറ്റ് ഉണ്ട്. അവർക്ക് വോട്ട് കൂടുകയാ. അവരിനി കയറി വരും. വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് അവര് വോട്ട് വാരുകയാ ചെയ്തേ. വോട്ട് ചോരിയിലൂടെയാണ് വോട്ട് വാരുന്നത്. കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ UDF പിടിക്കില്ല. കോഴിക്കോട് ബീച്ചിൽ തന്നെ പറയുന്നു കോർപ്പറേഷൻ UDF പിടിക്കും. ഈ ബീച്ചിൽ വീണ്ടും കാണണം. ചേട്ടോ, അല്ല, ഈ കോഴിക്കോടെ BJP വളരുകയാണോ തളരുകയാണോ? നിങ്ങൾ എന്താ തളരെന്ന് പറഞ്ഞ മനസ്സിലായില്ല. എന്താ അടിസ്ഥാനത്തിൽ തളരാന്ന് പറഞ്ഞേ? കഴിഞ്ഞ പ്രാവശ്യം 7 സീറ്റ് നമുക്ക് ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം 70 സീറ്റ് പിടിക്കും നമ്മൾ കോഴിക്കോട് കോർപ്പറേഷൻ. കോഴിക്കോട് കോർപ്പറേഷൻ എന്താ പ്രശ്നം? കോഴിക്കോട് കോർപ്പറേഷനെ അഴിമതിയുടെ ഗവേഷണ കേന്ദ്രമാക്കി. കോർപ്പറേഷന്റെ പച്ചക്കറി മാർക്കറ്റ്, ഒരു തക്കാളിപ്പെട്ടി പോലും ഇപ്പോഴത്തെ പുതിയ മാർക്കറ്റിൽ അഴിമതിന്റെ കൂടാരം തന്നെയാണ് അവിടെ. ഒന്നും ചെയ്യാതെ അവര് ഭരിക്കും കേട്ടോ. അവരുടെ ഇഷ്ടക്കാർക്കും ആൾക്കാർക്കും മാത്രമാണ് ഇവിടെ എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുന്നത്. മറ്റുള്ളവർക്ക് ഒന്നും ചെയ്യുന്നില്ല. ക്ഷേമ പെൻഷനൊക്കെ കൊടുത്തത് LDF-ന് നല്ല ഗുണം ചെയ്യും. കേന്ദ്രത്തിന്റെ ക്ഷേമ പെൻഷനാണ്. ചേട്ടാ, ചുമ്മാ ചേട്ടാ. പിന്നെ എല്ലാ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി അട്ടിമറിച്ച്. അല്ല, ഇതിലൊന്നും കേരളത്തിന്റെ വിഹിതമൊന്നും ഇല്ലെന്ന് പറയൂ. ശബരിമല വിഷയത്തില് കള്ളന്മാരെ പിടിച്ചകത്തിടുന്നുണ്ട്. വ്യക്തിനെ പിടിച്ച് കടകംപള്ളിനെ കൊണ്ടുവരണം. ഈ ഭരണപക്ഷം തന്നെ യഥാർത്ഥ പ്രതിയുണ്ട്. അവരുടെ പാർട്ടിക്കാരനായ പത്മകുമാർ അവർ അറസ്റ്റിലായില്ലേ? പത്മകുമാറോ കടന്നപ്പള്ളിന്റെ പേര് പറഞ്ഞത്? UDF-ന് 10-18 സീറ്റുള്ളതാ. സ്ഥാനാർത്ഥിയില്ല, വോട്ടില്ല.
ചേട്ടാ അവർക്ക് VMV ഇല്ലെങ്കിൽ മറ്റൊരാൾ അവർ അപ്പൊ കോഴിക്കോട് കോർപ്പറേഷൻ നിങ്ങൾ പിടിക്കുന്നാണ് നിങ്ങൾ 7 ൽ നിന്ന് 70 7 ആണോ 70 ആണോ 7